പ്രിയദർശിനി വന്ന ശേഷം വളരെ ഓട്ടക്കാരെ ഇറങ്ങി കഷ്ടത്തിലാണ്. നമുക്കാണെങ്കിൽ ശമ്പളമൊക്കെ ഇപ്പം വളരെ കുറവാണ്. ആളുണ്ടെങ്കിലല്ലേ നമുക്ക് വല്ലതും കിട്ടുമോ. ഏറ്റവും കൂടുതൽ നമുക്കാണ്. നമ്മൾ ആകെയുള്ള വരുമാനം ഇതാണ്. ഇതും കൂടെ വന്നപ്പോൾ പിന്നെ വരുമാനം നിലച്ച് എല്ലാം പോയി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതി പ്രൈവറ്റ് ബസ്സുകളെയും ഓട്ടോ തൊഴിലാളികളും എങ്ങനെ ബാധിക്കുന്നു? ചോദിച്ചു നോക്കാം. ഒരുപാട് രൂപയുടെ നഷ്ടവും. നമുക്കാണെങ്കിൽ ശമ്പളമൊക്കെ ഇപ്പം വളരെ കുറവാണ്. ആളുണ്ടെങ്കിലല്ലേ നമുക്ക് വല്ലതും കിട്ടുമോ. ഏറ്റവും കൂടുതൽ നമുക്കാണ്. നമുക്ക് മിനിമം കൂട്ടിയിട്ടില്ല. 4-5 വർഷമായി മിനിമം കൂട്ടിയിട്ട് 30 അടിക്കാൻ. വണ്ടി തന്നൊക്കെ പൈസ ഇല്ല. ആ സാധനം നല്ല പൈസയാണ്, എല്ലാം നല്ല പൈസയാണ്. മൊത്തത്തിൽ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. സർക്കാർ ഒന്നും പോലും നമ്മൾ രക്ഷപ്പെടാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നലെ തന്നെ കളക്ഷൻ ഓടിയത് 6 രൂപ ഓടി. എനിക്ക് 700 ശമ്പളം, കണ്ടക്ടറിന് 800 ശമ്പളം, മുതലാളിക്ക് എല്ലാം പോയിട്ട് 1500 മിച്ചം വന്നത്. ഡീസല് 3500. ഇതെല്ലാം നമുക്കെന്ത് ഇതെന്തിനാണ് പിന്നെ ഇത് ഓടിയിട്ട് കാര്യമല്ല. ഇതിനെ കൊണ്ട് ഒതുക്കിയിടാനേ പറ്റുള്ളൂ. മലയാളിമാർക്ക് ഒരു ലാഭവും ഇല്ലാത്ത അവസ്ഥയാണ്. നമ്മളെ മൊത്തത്തിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് വരുമാനത്തിൽ നല്ല രീതി ഇതാ നോക്കിയാണ് ഇത്ര പേരുണ്ടെന്നുള്ളത്. ഞാൻ ഇപ്പോൾ ഇവർ കയറി ഉണ്ടെങ്കിൽ കൊടുക്കണമല്ലോ. ഇപ്പോൾ ഫ്രീ ബസ് വന്നാൽ ഇവരെല്ലാം ഇറങ്ങി പോകും. നമ്മൾ ആകെയുള്ള വരുമാനം ഇതാണ്. ഇതും കൂടെ വന്നപ്പോൾ പിന്നെ വരുമാനം നിലച്ച് എല്ലാം പോയി. പ്രിയദർശിനി വന്ന ശേഷം വളരെ ഓട്ടക്കാരെ ഇറങ്ങി കഷ്ടത്തിലാണ്. കാര്യം ഒരു 300 രൂപ പോലും ഒരു ദിവസം ഓടുന്നില്ല. കാലിയാണ്. ആകെ അവസ്ഥയിലാണ്. ബുദ്ധിമുട്ടും പ്രയാസങ്ങളാണ്. ആരത് പറയാനാ? ആരും കയറുന്നില്ല. ആരും കയറുന്നില്ല. എല്ലാവരും ഫ്രീ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്.